ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ കൂടുതൽ തീരുവ ചുമത്താൻ G7 രാഷ്ട്രങ്ങളോട് അമേരിക്ക. യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇരു രാജ്യങ്ങൾക്കുമെതിരെ ഉയർന്ന തീരുവകൾ ചുമത്തണം എന്നാണ് ആവശ്യം. അതിനിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോർ പറഞ്ഞു. ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% തീരുവ ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് G7 രാജ്യങ്ങളോടും ഈ ആവശ്യം ഉന്നയിച്ചത്. 50%-നും 100%-നും ഇടയിൽ തീരുവ ചുമത്താനാണ് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശമെന്നാണ് സൂചന. ഇന്ന് നടക്കുന്ന G7 ധനമന്ത്രിമാരുടെ വിർച്വൽ യോഗം നിർദ്ദേശം ചർച്ച ചെയ്യും. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യയും ചൈനയും റഷ്യയുടെ യുദ്ധതന്ത്രത്തിന് ധനസഹായം നൽകുകയാണെന്നും യുക്രൈൻ ജനതയുടെ ഉന്മൂലനത്തിലേക്കാണത് നയിക്കുന്നതെന്നും അമേരിക്ക ആവർത്തിച്ചു. എന്നാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോർ വ്യക്തമാക്കി. ഇന്ത്യൻ വാണിജ്യകാര്യമന്ത്രി പീയൂഷ് ഗോയലിനെ വ്യാപാര ചർച്ചയ്ക്കായി അടുത്തയാഴ്ച വാഷിംഗ്ടണിലേക്ക് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചുവെന്നും സെർജിയോ ഗോർ പറഞ്ഞു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇന്ത്യക്കെതിരെയുള്ള തീരുവ പിൻവലിക്കുമെന്നുള്ള സൂചന അമേരിക്ക നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.